ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലെന്ന് വെച്ചാൽ സൂപ്പറാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ ആരോഗ്യപ്രദവും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ സ്പാനിഷ് ഓംലെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. വളരെ പോഷകമൂല്യമുള്ള ഈ ഓംലെറ്റ് ഒരു കംപ്ലീറ്റ് മീലാണ്. ഈ ഓംലെറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 3 മുട്ട, ഒരു സവാളയുടെ പകുതി, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് മല്ലിയില. സാധാരണയായി പാർസ്ലിയുടെ ഇലയാണ് സ്പാനിഷ് ഓംലെറ്റിൽ ഉപയോഗിക്കുന്നത്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് മല്ലിയിലയാണ്. ഈ സവാള തൊലി കളഞ്ഞ് വളരെ തിന്നായി സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി പൊട്ടാറ്റോ പീൽ ചെയ്തെടുക്കാം. ഇനി ഈ പൊട്ടാറ്റോ തിന്നായി സ്ലൈസ് ചെയ്യാം. ഈ പൊട്ടാറ്റോ ഓക്സിഡൈസ് ആകാതിരിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി മല്ലിയില ചോപ്പ് ചെയ്ത് വയ്ക്കാം. റഫായി ചോപ്പ് ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി ഓംലെറ്റ് ഉണ്ടാക്കേണ്ട പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. ചൂടായ പാനിലേക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്ത പൊട്ടാറ്റോ ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അല്പം കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. സ്റ്റൗവിൻ്റെ ചൂട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊട്ടാറ്റോയും ഒണിയനും കുക്കാകുന്നത് വരെ വേവിക്കുക. ഇനി ഈ പാൻ മൂടി വെച്ച് വേവിക്കാം. തിന്നായി സ്ലൈസ് ചെയ്തുകൊണ്ട് ഏകദേശം 6-7 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും.
ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റായി കുക്കായിക്കൊണ്ടിരിക്കുന്ന ഓംലെറ്റാണിത്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഇനി ഓംലെറ്റ് ഫ്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു സൂത്രമുണ്ട്. ഒരു പ്ലേറ്റ് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് മൂടുക. അതിനുശേഷം തിരിക്കുക. ഇനി ഓംലെറ്റിനെ സ്ലൈഡ് ചെയ്യുക. വളരെ ഹെൽത്തിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായ സ്പാനിഷ് ഓംലെറ്റ് തയ്യാറായിരിക്കുകയാണ്. ആവശ്യത്തിന് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഒരു കംപ്ലീറ്റ് മീലാണ് ഈ ഓംലെറ്റ്. ഇനി ഓംലെറ്റ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഓംലെറ്റ് റെഡിയാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായി ഞാൻ എൻ്റെ വൈഫിനെ ക്ഷണിക്കുകയാണ്. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലെന്ന് വെച്ചാൽ സൂപ്പറാണ്. ഇതുപോലത്തെ ആഹാരങ്ങൾ കാത്ത് ഞങ്ങളിവിടെ ഇരിപ്പുണ്ട്. ഞാനും കുഞ്ഞു റസാനായി ഇന്ന് കുഞ്ഞുമണിക്ക് കൊടുക്കൂ, പിന്നെ അമ്മിണിക്ക് കൊടുക്കൂ. അമ്മിണി താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള രുചികരമായ വിഭവങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് റോക്കിംഗ് റോബ്. അടുത്ത വീഡിയോയിൽ കാണാം.